നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ചതീശൻ എന്ന് വിളിക്കുന്നത് CPIM-കാരല്ല. കേക്കച്ചൻ എന്നും പച്ചസംഖി എന്നും വിളിക്കുന്നതും രാഷ്ട്രീയ ശത്രുക്കളല്ല. കോൺഗ്രസ് കാലാകാലങ്ങളായി പരിപാലിച്ചു വളർത്തിക്കൊണ്ടുവന്ന കൂലിപ്പട്ടാളമാണ് പിന്നിലെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യയുണ്ടെന്ന ചിത്രമാണ് സതീശനെ തേജോവധം ചെയ്യാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. തന്നെ ഇവരെന്തിനാണ് ആക്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ആരംഭിച്ചത്. മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാനും പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാനും ചരട് വലിച്ചത് പ്രതിപക്ഷ നേതാവാണ്. ആ വി.ഡി. സതീശനാണ് ഇപ്പോൾ അതേ സംഘത്തിന്റെ ആക്രമണമുന നേരിടുന്നത്. സതീഷിനെതിരായ ആക്രമണം സാരമാക്കേണ്ട എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കടുത്ത ചീത്തവിളിയാണ് നടക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലിരിക്കുന്നവരെ വരെയാണ് സൈബർ ഗുണ്ടകൾ അസഭ്യം പറയുന്നത്. സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. വി.ഡി. സതീശനെ കടന്നാക്രമിക്കുന്ന സൈബർ കടന്നലുകൾ. സൈബർ സംഘങ്ങളെ വളർത്തിക്കൊണ്ടുവന്നാൽ ഏതൊക്കെ രീതിയിൽ തിരിച്ചടിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നത്. പാർട്ടിയുടെയും നേതാക്കളുടെയും പിടിവിട്ടു പോകുന്നവർ പിന്നെ സ്വന്തം നിലയ്ക്ക് ആക്രമണങ്ങൾ നയിക്കാൻ തുടങ്ങും. ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ ആര് നടത്തുന്നതാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ചെന്നു വീഴുന്നത് രണ്ടുപേരുടെ തലയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെയും ഷാഫി പറമ്പിൽ MP-യുടെയും. ഇരുവരും പരിപാലിച്ചു പോന്ന സൈബർ സംഘമാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി ഉന്നയിച്ച റിനിയുടെ പിറന്നാൾ ആഘോഷമാണ് കേക്കച്ചൻ എന്ന വിളിക്ക് കാരണം. ആ പരാതിക്ക് പിന്നാലെ വി.ഡി. സതീശൻ കേക്ക് മുറിക്കുന്ന ദൃശ്യവും വ്യാപകമായി പ്രചരിച്ചിരുന്നു. രാഹുലിനെ കൊണ്ടു നടന്ന് ചതിച്ചു എന്ന് ധ്വനിപ്പിക്കാനാണ് ചതിയുടെ ഈശ്വരൻ എന്ന മട്ടിൽ ചതീശൻ എന്ന് വിളിക്കുന്നത്. പച്ചസംഖി എന്ന വിളിപ്പേരും ഇതേ ഐഡികളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പഴയ ഹരിത MLA കാലത്ത് നിന്നാണ് പച്ചവിളി വരുന്നത്. വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും സോഷ്യൽ മീഡിയ ഐഡികളിൽ മാത്രമല്ല ചീത്തവിളി നടക്കുന്നത്. ഇരുവരെ കുറിച്ചുമുള്ള വാർത്തകളോ പ്രസ്താവനകളോ എവിടെ വന്നാലും അതിന് താഴെ ഇടവേളകളില്ലാത്ത ചീത്തവിളിയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തെറ്റിക്കുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ അസഭ്യ പ്രചാരണം. റീൽസ് കണ്ടിരിക്കുന്നവരല്ല യഥാർത്ഥ കോൺഗ്രസുകാർ എന്നൊരു പ്രസ്താവന നടത്തിയ ശേഷമാണ് വി.ഡി. സതീഷിനെതിരായ ആക്രമണം തുടങ്ങിയത് എന്ന് കാണാം. സൈബർ പോരാളികളുടെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു അത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച ചിത്രം പുറത്തു വന്ന ദിവസമാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് എന്ന യാദൃച്ഛികതയും തിരിച്ചടിക്ക് ആക്കം കൂട്ടി. സുജിത്തിന് മോതിരം ഊരി നൽകി KC വേണുഗോപാലും മാല നൽകി KPCC അധ്യക്ഷനും കൂടെ നിന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് ചെരിപ്പേറിന് തുല്യമായ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. K. സുധാകരൻ KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് കോൺഗ്രസിലെല്ലാം വി.ഡി. സതീശനായിരുന്നു. ഇപ്പോൾ 4 വഴിക്ക് എന്നതുപോലെ 4 അധികാര കേന്ദ്രങ്ങൾ വ്യക്തമായും കാണാം. പഴയ പ്രതാപമില്ലാതെ വി.ഡി. സതീശൻ, പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്ന രമേശ് ചെന്നിത്തല, കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, എല്ലാ വിഷയത്തിലും തന്മയത്വത്തോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. AI എന്ന് തിരിഞ്ഞു നിന്നിരുന്ന ഗ്രൂപ്പുകൾ ഇപ്പോൾ പഴയ A ഗ്രൂപ്പ് എന്നും I ഗ്രൂപ്പ് എന്നും പറയാൻ പോലും കഴിയാത്തത്ര വിദൂരതയിലാണ്. വിവാദങ്ങൾക്ക് മുമ്പ് A ഗ്രൂപ്പ് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പമായിരുന്നു എന്ന തോന്നലായിരുന്നു. പിന്നീട് PC വിഷ്ണുനാഥ് ഇറങ്ങിക്കളിച്ച് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചു. A ഗ്രൂപ്പിന്റെ മാനേജർ എന്ന് അറിയപ്പെട്ടിരുന്ന ബെന്നി ബെഹനാനും KC ജോസഫുമൊക്കെ ഇപ്പോഴും ദീർഘമൗനത്തിലാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വന്തം ഗ്രൂപ്പ് കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്. പഴയ I ഗ്രൂപ്പിന്റെ ഭാഗമായി തിരുത്തൽ നടത്താനിറങ്ങിയ യുവ തുർക്കികളിൽ ഒരാളായിരുന്നു KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തല കരുണാകരനോട് വ്യക്തിപരമായി അടുത്തും അകന്നും നിന്നപ്പോഴൊക്കെ I ഗ്രൂപ്പിൽ തന്നെയായിരുന്നു. K. കരുണാകരന്റെ മകനാണെങ്കിലും രണ്ടാം വരവിൽ K. മുരളീധരൻ കൂടുതൽ ഒട്ടി നിന്നത് ഉമ്മൻചാണ്ടിയോടാണ്. പക്ഷേ A ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് പറയാനും കഴിയില്ല. ഒരു കാലത്ത് ഗ്രൂപ്പിൽ നിന്ന് മോചനം നേടി ഹരിത MLA-മാരെ നയിച്ച വി.ഡി. സതീശന് ഇപ്പോഴാണ് ഗ്രൂപ്പുകളുടെ വില അറിയുന്നത്. ആക്രമണം വരുമ്പോൾ പ്രതിരോധിക്കാൻ ആരുമില്ലാത്ത സ്ഥിതി. തിരിഞ്ഞു നോക്കുമ്പോൾ താനേ ഉലകം എന്നാണ് തിരിച്ചറിയുന്നത്. ഗ്രൂപ്പ് ഒപ്പമുണ്ടായിരുന്നെങ്കിൽ ശക്തമായ തിരിച്ചടി ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. വി.ഡി. സതീശന് ഒപ്പമുണ്ടാകും എന്ന് കരുതിയിരുന്നവരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പരിപാലിച്ചിരുന്ന സൈബർ സംഘങ്ങൾ. അവരാണ് ഇപ്പോൾ ശത്രുക്കളായി മാറിയത്. അതുകൊണ്ടാണ് ഇവരെന്തിനാണ് എന്നെ ആക്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് നിഷ്കളങ്കമായി വി.ഡി. സതീശന് ചോദിക്കേണ്ടി വന്നത്. അച്ചടക്ക നടപടി നേരിട്ട ഒരു നേതാവിനൊപ്പം നിൽക്കാൻ ഇത്ര വലിയ സൈബർ സംഘം ഉണ്ടാകുന്നത് അത്യപൂർവ സംഭവമാണ്.
അതുകൊണ്ടാണ് ഇവരെ സൈബർ ഗുണ്ടകളെന്നും ചാവേറുകളെന്നും രാഷ്ട്രീയ ശത്രുക്കൾ വിളിക്കുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് പോലും ഇങ്ങനെ ഒരു ആക്രമണം വി.ഡി. സതീഷിന് നേരിടേണ്ടി വന്നിട്ടില്ല. കോൺഗ്രസിനെ പിളർത്തി കരുണാകരൻ പുറത്തുപോയ കാലത്തൊന്നും സൈബർ സംഘങ്ങൾ ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ പോലും അന്ന് പ്രാരംഭഘട്ടത്തിൽ മാത്രമായിരുന്നു. അതിനുശേഷം കേരളത്തിലെ കോൺഗ്രസിൽ വലിയ പിളർപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സൈബർ സംഘങ്ങളുടെ ശക്തി അറിയേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴാണ് എത്രമാത്രം അപകടകരമായ സംഘത്തെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്ന് നേതാക്കൾ തിരിച്ചറിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2 മാസം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 8 മാസം. ഇക്കാലത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയിലാണ് ഉൾപാർട്ടി ആക്രമണങ്ങൾ അതിശക്തമായി തുടരുന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറയാൻ മാത്രം ലളിതമല്ല ഇപ്പോഴത്തെ സംഭവങ്ങൾ. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തയ്ക്ക് താഴെയും ആക്രമണമാണ്. അത് മോശമാക്കുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രതിച്ഛായയാണ്. എല്ലാ പാർട്ടികൾക്കുമുണ്ട് സൈബർ കടന്നലുകൾ എന്നറിയപ്പെടുന്ന ആക്രമണ സംഘം. അവരെ കൈകാര്യം ചെയ്യുന്നത് പാളിപ്പോയാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കൺമുന്നിൽ കാണുന്നത്. കോൺഗ്രസിന്റെ തന്റെ കുന്തമുനകൾക്കൊപ്പം BJPയുടെയും CPIMന്റെയും സംഘം കൂടി അദൃശ്യമായി പ്രവർത്തിക്കുന്നുണ്ടാകും. അതൊന്നും പക്ഷേ വ്യതിരിക്തമായി അറിയാൻ കഴിയുന്നില്ല. പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ പ്രതിപക്ഷ നേതാവിനെ മോശക്കാരനാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.